എസ്.കെ. കുഞ്ഞിരാമൻ നായനാർ കുന്നത്തൂർ പാടിയിലെ കരക്കാട്ടിടം വാണവരായിട്ട് 50 വർഷം പൂർത്തിയായി. കുന്നത്തൂർ മല അടക്കമുള്ള ഭൂമിയുടെ ഉടമസ്ഥാവകാശം കരക്കാട്ടിടം ജന്മിമാരോട് പരിപാലിക്കാനും ചടങ്ങുകൾ നടത്താനും മുത്തപ്പൻ ചുമതലപ്പെടുത്തി എന്നതാണ് ഐതിഹ്യം. 1976 എസ്.കെ. കുഞ്ഞിരാമൻ നായനാർ കുന്നത്തൂർ പാടിയിൽ കരക്കാട്ടിടം വാണവരാകുന്നത്. തന്റെ ദേവസ്ഥാനം സംരക്ഷിക്കാൻ മുത്തപ്പൻ ചുമതലയേൽപ്പിച്ച കരക്കാട്ടിടം ജന്മി കുടുംബത്തിലെ ഇന്നത്തെ മൂത്ത കാരണവർ എസ്.കെ. കുഞ്ഞിരാമൻ നായനാർ കരക്കാട്ടിടം വാണവരായി 50 വർഷങ്ങൾ പൂർത്തിയാക്കി. 1976 കരക്കാട്ടിടം ജന്മി കുടുംബത്തിലെ ഉണ്ണമ്മൻ നായനാരുടെ മരണത്തിന് ശേഷം എസ്.കെ. കുഞ്ഞിരാമൻ നായനാർ കുന്നത്തൂർ പാടിയിൽ വാണവരായത്. ഉണ്ണമ്മൻ നായനാർ, അതിന് മുന്നേ ഇല്ലാണ് ചന്തുട്ടി നായനാർ, അതിന് മുന്നേ ഇല്ലാണ് കമ്മാർ നായനാർ, അതിന് മുന്നേ ഇല്ലാണ് രാരപ്പൻ നായനാർ, കൂതുമ്പോ നായനാർ, പിന്നെ ഉണ്ണമ്മൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വയ്ക്കുമ്പോ ഇതിപ്പോ ഏകദേശം എത്ര ഏക്കർ ഭൂമിയുണ്ട്? ഈ 70 ജന്മിത്തം 1970 ഈ ജന്മിത്തം അവസാനിച്ചുകൊണ്ട് ഭൂപരിഷ്കരണം അതിന് മുന്നേ 3.5 ലക്ഷം ഏക്കറയാണ് നമുക്ക് ഇല്ല. ഒരു 10-22 ക്ഷേത്രങ്ങളോടുണ്ട്. അതിനകത്ത് 6 ക്ഷേത്രം ഈ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രം, മലബാർ ദേവസ്വം ബോർഡ്. ഈ കോലത്ത് നാട്ടിലെ 10 പ്രധാന വീടുകളിലൊന്നായ വള്ളിയോത്ത് ഇടത്തിൽ നിന്നാണ് ഈ കരക്കാട്ടിടം ഉണ്ടാകുന്നത്. അത് ശരിക്കും ചെങ്ങളായിലായിരുന്നു ആദ്യം? അല്ല, ഞങ്ങൾ 3 തവണയാണ് ചെങ്ങളായി, ചെങ്ങളായി കരക്കാട്ടിടം, എൽഡറിഞ്ഞ കരക്കാട്ടിടം, പയ്യാവൂർ കരക്കാട്ടിടം. ഈ 3 കൂടെ യോജിച്ചിട്ട് ഞങ്ങൾക്കൊന്നും സന്താന സൗഭാഗ്യം ഇല്ലാതുകൊണ്ട് ഞങ്ങൾ 3 കൂടെ യോജിച്ച് കരക്കാട്ടിടം എന്നില്ല ഇതാക്കി. അതൊരു ഒരു 7-8 തലമുറ, എൻ്റെ 10 തലമുറ എൻ്റെ അടിക്കുക. ഈ പിന്നെ കരക്കാട്ടിടം ഇവരൊക്കെ പിരിഞ്ഞിട്ട് മുത്തപ്പൻ്റെ പ്രധാന ആളായിട്ടുള്ള ചന്ദനെ വെട്ടിക്കൊന്നു. അന്നേരം ഇവരെ 2 ഉണ്ണുമേടക്കാരും കുയിപ്പള്ളിക്കരിമേനി ഉന്മൂലനം ചെയ്തു. അതിനുശേഷം ബഹളം നടത്താൻ വേണ്ടിയിട്ട് 6 നല്ല നേരത്ത് കയ്യെ പിടിച്ച് കളിരാചാരം ചെയ്തു. ഇപ്പോഴത്തെ തോറ്റമ്പാട്ടിനും കൂടെ അതിൻ്റെ അകത്ത് ഉണ്ട്. ഏകദേശം ഒരു 800 വർഷം ആയിട്ടുണ്ടാവും നമ്മളെ പിന്തുടർച്ചയായിട്ട് അവകാശം. അമ്മാവൻ ഉണ്ണമ്മൻ കാരണമാണ് ഉണ്ണമ്മൻ നായനാർ 1976 ഓഗസ്റ്റ് 29 മരിക്കുന്നത്. അതിന് പിന്തുടർച്ച അവകാശമായിട്ട് ഞാനാണ്. ഏകദേശം 50 വർഷം പൂർത്തീകരിച്ചിട്ടാണ് അത് സൗഭാഗ്യം മുത്തപ്പൻ നമുക്ക് തോന്നും. അധികം ഒരു 20-25 കൊല്ലത്തിൻ്റെ അപ്പുറം നിൽക്കില്ല. പാടിയിലെത്തുന്ന ഭക്തജനങ്ങൾക്കും ദൈവതുല്യനാണ് കുഞ്ഞിരാമൻ നായനാർ. വാണവരുടെ കങ്കാണിയറയിലെ വിളക്കിന് സമീപമാണ് പാടിയിലെ ഇരിപ്പിടം. ചെങ്ങളായി, എള്ളരിഞ്ഞി, പയ്യാവൂർ എന്നിവിടങ്ങളിലായിട്ടായിരുന്നു കരക്കാട്ടിടം
ജന്മി കുടുംബങ്ങൾ. 22ഓളം ക്ഷേത്രങ്ങൾ ഈ ജന്മി കുടുംബത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നു. 3 ലക്ഷത്തിൽ അധികം ഏക്കർ ഭൂമിയും 105 ഏക്കർ ഭൂമിയിലാണ് മുത്തപ്പന്റെ സങ്കേതം. മലബാർ ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് താഴെപ്പൊടിക്കളവും ദേവസ്ഥാനവും എങ്കിലും പാരമ്പര്യമനുസരിച്ച് ചടങ്ങുകളെല്ലാം കരക്കാട്ടിടം വാണവരുടെ മേൽനോട്ടത്തിലാണ് നടക്കുക. അരനൂറ്റാണ്ടിന്റെ വാണവരായി കുന്നത്തൂർ മലകളുടെ ഓരോ പച്ചിലകൾക്കും കുഞ്ഞിരാമൻ നായനാരെ അറിയാം. വിളിച്ചാൽ വെളിപ്പുറത്തുള്ള മുത്തപ്പന്റെ തോഴനായി തികഞ്ഞ ആരോഗ്യത്തോടെ തന്നെ കുഞ്ഞിരാമൻ നായനാർ കുടുംബമലയിലെ പാടിയിലെ മലമുകളിൽ ഇന്നും ഉണ്ട്. കഴിഞ്ഞ 50 വർഷക്കാലം കുന്നത്തൂർ പാടിയുടെ വികസനത്തിന്റെ കയ്യൊപ്പ് കൂടിയാണ് SK കുഞ്ഞിരാമൻ നായനാർ. ഭക്തരുടെ നിർലോഭമായ സഹകരണം 100% ഉണ്ടെന്ന് ഇദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു. പക്ഷേ പയ്യാവൂർ കുന്നത്തൂർ റോഡിന്റെ പോരായ്മകളും ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. 25 വർഷക്കാലത്തിനപ്പുറം വാണവരായി പാടിയിൽ ആരും ഉണ്ടായിരുന്നില്ല. കുന്നത്തൂർ എന്ന് ഓർക്കുമ്പോഴെല്ലാം മുത്തപ്പനാണ് ആദ്യം മനസ്സിൽ തെളിയുന്നത് എങ്കിലും അരനൂറ്റാണ്ടായി ഭക്തർക്കും മുത്തപ്പനും പ്രിയപ്പെട്ടവനാണ് കരക്കാട്ടിടം വാണവരായ SK കുഞ്ഞിരാമൻ നായനാർ. ഭക്തജനങ്ങളെ നമ്മൾ ഓരോ കൊല്ലം ഓരോ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഞങ്ങൾ കൊടുത്ത പൈസ അത് മതിയാവില്ല. എത്രയോ ആൾക്കാർ ഈ ദുബായും മറ്റുള്ളതെല്ലാം പോയിട്ട് വന്നിട്ട് അവരയച്ച തന്നെ പൈസ കഴിഞ്ഞാലും ഇടവന്നിരിക്കുമ്പോഴേക്ക് നമ്മൾ 5000 10,000 അയച്ചു തന്നില്ല. അവർ വന്ന് നോക്കുമ്പോഴേക്ക് 5000 10,000 അല്ല, ഏകദേശം 10 ലക്ഷം രൂപ അതിന്റെ ഇരട്ടി അവർ തരുക. അങ്ങനെയാണ് ഇവിടെ ഈ പണിയെല്ലാം എടുത്തു വരുന്നത്. എല്ലാ വിഭാഗം ഭക്തജനങ്ങൾ സഹകരിക്കുന്നുണ്ടല്ലേ? 100% ഭക്തജനങ്ങളും സഹകരിച്ചില്ല. എനിക്ക് കരക്കാട്ടിടം വകയിൽ നേരിട്ടിട്ട് ഒരേക്കർ കൃത്യമായിട്ടില്ല. പഴയ കാലത്തെ 3 ഏക്കർ ജമീൻ കാര്യമില്ല. പക്ഷെ ഒരേക്കർ എല്ലാം കൂടെ കൂട്ടിയാൽ ഒരേക്കർ ഉണ്ടാവും. ഇപ്പൊ ശരിക്കും നമ്മളൊരു ദേവസ്വം ബോർഡിനോട് ശരിക്കും കുന്നത്തൂർ പാടിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ് പറയാനുള്ളത്? കുന്നത്തൂർ പാടിക്ക് വേണ്ടതായിട്ട് ദേവസ്വത്തോട് പറയേണ്ടത് എന്താ? ഇതിന്റെ പുരോഗമനത്തിന് ഇപ്പൊ നമ്മൾ സഹകരിക്കുന്നുണ്ട്. പക്ഷെ ഗവൺമെന്റ് ഈ റോഡ് പയ്യാവൂര് പിന്നെ കുന്നത്തൂർ കായലക്കുള്ള റോഡ് ഈ മാത്രം വിറ്റ് അത് മാത്രമേ ഈ വെക്കലെന്താരും ചെയ്യാനുള്ളൂ. അതൊന്ന് കൈമേൽ വേഗത്തിൽ ഒന്ന് ഇപ്പോഴത്തെ ഗവൺമെന്റ് ആര് വന്നാലും ഗവൺമെന്റ് പിന്നെ ചെയ്തു തന്നാലും ഭക്തജനങ്ങൾക്ക് ഉപകാരം. അപ്പോൾ കുന്നത്തൂർ പാടിയുടെ സമഗ്രമായ ഒരു പുരോഗതിയുള്ള വർഷങ്ങളായിരുന്നു 50 വർഷക്കാലം. അതിനെല്ലാവിധ നേതൃത്വവും കൊടുത്ത SK കുഞ്ഞിരാമൻ നായനാരോടൊപ്പമായിരുന്നു നമ്മളുണ്ടായിരുന്നത്. ഇനി കുന്നത്തൂർ പാടിയിലേക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് എന്ന് ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് തന്നെ കുന്നത്തൂർ പയ്യാവൂരിൽ നിന്ന് കുന്നത്തൂരിലേക്കുള്ള റോഡിന്റെ പുരോഗതിയാണ്. ആ റോഡ് കൂടി പുരോഗമിച്ചു കഴിഞ്ഞാൽ കുന്നത്തൂർ പാടി കേരളത്തിലെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ക്യാമറമാൻ ഹരിയോടൊപ്പം വിനോദ് ജനാർദ്ദനൻ, നെയ്തലവിഷൻ.